ഓം ശാന്തി. ഇൻഡിഗോ മെഡിറ്റേഷൻ അഥവാ എൻലൈറ്റനിങ് മെഡിറ്റേഷൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് ഐ മെഡിറ്റേഷൻ എന്നും ഇതറിയപ്പെടും. എൻലൈറ്റനിങ് മെഡിറ്റേഷൻ ആജ്ഞാചക്രയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരീരത്തില് ഇരുപുരികങ്ങളുടെയും മധ്യഭാഗത്തായിട്ടാണ് രണ്ട് ഇതളുകളുള്ള ആജ്ഞാചക്രയുടെ സ്ഥാനം. ആജ്ഞാചക്രയെ പൂർണ്ണമായും ആക്റ്റീവ് ആക്കുന്നതിൽ, പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിൽ മുദ്രകളും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, മുദ്രകൾ എന്നാൽ ശരീരത്തിലെ 5 തത്വങ്ങളിലേക്കുള്ള ഊർജ പ്രവാഹത്തെ സന്തുലിതമാക്കി വെക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിലൂടെ ശരീരം ആരോഗ്യശാലിയായിരിക്കാനും രോഗമുക്തമാകാനും സാധിക്കും. ആജ്ഞാചക്രയെ ആക്റ്റീവ് ആക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രാണമുദ്രയാണ്. പ്രാണമുദ്ര എന്നാല് നമ്മുടെ പെരുവിരലിന്റെ അഗ്രഭാഗം, ചെറുവിരലിന്റെ, മോതിര വിരലിന്റെ അഗ്രഭാഗം, ഇത് മൂന്നും തമ്മിൽ യോജിപ്പിക്കുക. ചൂണ്ടുവിരലും നടുവിരലും നിവർത്തി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഇതാണ് പ്രാണമുദ്ര എന്നത്. പ്രാണമുദ്രയിലിരുന്ന് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, അല്ലെങ്കിൽ 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് പ്രാണമുദ്രയുടെ അഭ്യാസം ചെയ്യാം. പ്രാണമുദ്രയുടെ അഭ്യാസത്തിലൂടെ ശരീരത്തില് വിറ്റാമിൻസിന്റെ അളവ് കൃത്യമായി വേണ്ടത്ര രീതിയിൽ എല്ലാ ഭാഗത്തും എത്തിച്ചേരും. ഒപ്പം തന്നെ നമ്മൾ പ്രാണമുദ്രയിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു പ്രോബ്ലംസ് ആയ കണ്ണുകളുടെ സംബന്ധമായ പ്രോബ്ലംസ്, ഐ പ്രോബ്ലംസ്, അതേപോലെ നെർവസ് സംബന്ധമായ പ്രോബ്ലംസ്, മൈഗ്രെയിൻ, തലവേദന, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം ലഭിക്കുകയാണ്. സ്പൈനൽ കോഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഇതിനെയും പരിഹരിക്കുവാൻ പ്രാണമുദ്രയിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ, തേർഡ് ഐ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ മാനസികമായ രീതിയിൽ നോക്കുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതിനെയെല്ലാം മാറ്റുന്നതിന്, നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കുന്നതിനും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിക്കുന്നതിനും ഉൾക്കാഴ്ച വർദ്ധിക്കുന്നതിന്, കാര്യങ്ങളിൽ സ്പഷ്ടത വരുന്നതിന്, ഇതിനെല്ലാം ആജ്ഞാചക്രയുടെ ഓപ്പണിങ്ങിലൂടെ, ആക്റ്റീവ് ആകുന്നതിലൂടെ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ തേർഡ് ഐ ആയതുകൊണ്ട് തന്നെ, മാസ്റ്റർ ചക്ര ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പണിങ്ങിലൂടെ, അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഉന്നതി കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആത്മീയ ശക്തികൾ വർദ്ധിക്കുകയാണ്. ജ്ഞാനത്തെ, സത്യമായ ജ്ഞാനത്തെ സഹജമായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പൊ ശരീരത്തെയും മനസ്സിനെയും സദാ ഊർജസ്വലമാക്കി വെക്കാൻ, സ്ഥിരമാക്കി വെക്കാൻ, അചഞ്ചലമാക്കി വെക്കാൻ, ഇതിനെല്ലാം ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാണമുദ്രയിലിരുന്ന് തേർഡ് ഐ മെഡിറ്റേഷൻ അഥവാ ഇൻഡിഗോ മെഡിറ്റേഷൻ അഭ്യസിക്കാം. പ്രാണമുദ്ര ഇതാണ്. പെരുവിരലിന്റെ അഗ്രഭാഗം, പിന്നെ ചൂണ്ടുവിരലും മോതിര വിരലും, ഇതിന്റെ മൂന്നിന്റെയും അഗ്രഭാഗം തമ്മിൽ യോജിപ്പിക്കുക. ചൂണ്ടുവിരലും നടുവിരലും സ്ട്രെയിറ്റ് ആക്കി വെക്കുക. കാലുകൾക്ക് മുകളിലായി വെക്കുക. എന്നിട്ട് നമുക്ക് മെഡിറ്റേഷന്റെ അഭ്യാസം ചെയ്യാം. മനസ്സിൽ വരുന്ന ഒരുപാട് ചിന്തകളെ
താൽക്കാലികമായി ഞാൻ മാറ്റി നിർത്തുകയാണ്. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് എന്റെ ചിന്തകളുടെ എണ്ണം കുറയുകയാണ്. ശാന്തമായ അവസ്ഥയിലേക്ക് ഞാൻ വന്നെത്തുകയാണ്. ഇപ്പോൾ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അവിടേക്കൊന്നും എന്റെ ശ്രദ്ധയെ വിടാതെ ശരീരത്തിനുള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിർബിന്ദുവായ പ്രകാശ നക്ഷത്രമായ ആത്മാവിനെ ഞാൻ കാണുന്നു. പുരിക മധ്യത്തിൽ ഞാൻ വജ്രം പോലെ പ്രകാശിക്കുകയാണ്. ശക്തമായ പ്രകാശം, ശുദ്ധമായ നക്ഷത്രമാണ് ഞാൻ. ഞാൻ ആത്മാ സ്വയത്തെ ചാർജ് ചെയ്യുന്നത്, സ്വയത്തിൽ ആത്മീയ ശക്തികളും ഗുണങ്ങളും നിറയ്ക്കുന്നത് സർവശക്തിവാനായ ഗുണങ്ങളുടെ സാഗരമായ പരമാത്മാവിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ കാണൂ, തന്റെ ശിരസ്സിന് മുകളിലായി പരം ജ്യോതി, സുപ്രീം സോൾ അതി തേജസ്സോടെ പ്രകാശിച്ചു നിൽക്കുന്നതായി എന്റെ ഫുൾ ബോഡി ഇപ്പോൾ ഞാൻ ട്രാൻസ്പെറന്റ് ആയി കാണുകയാണ്. 7 ഊർജ കേന്ദ്രങ്ങളെയും ഞാൻ കാണുന്നു. മൂലാധാര ചക്ര മുതൽ സഹസ്രാര ചക്ര വരെ എന്റെ മൂലാധാര ചക്ര ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. സഹസ്രാര ചക്ര ഇപ്പോൾ ഓപ്പൺ ആവുകയാണ്. പരം ജ്യോതിയായ പവർ ഹൗസിൽ നിന്ന് അതിശക്തമായ പ്രകാശ കിരണങ്ങൾ ഒരു അരുവി പോലെ എന്നിലേക്ക് ഒഴുകുന്നു. സഹസ്രാര ചക്രയിലൂടെ കടന്നു ആജ്ഞാചക്രയിലെത്തുകയാണ്. ആജ്ഞാചക്ര ഇപ്പോൾ ഊർജ്ജസ്വലമാകാൻ തുടങ്ങുന്നു. എനർജി കൊണ്ട് നിറയുകയാണ്. ഈ പ്രകാശ കിരണങ്ങൾ ആജ്ഞാചക്രയിലുള്ള എല്ലാവിധ ബ്ലോക്കുകളെയും
നിശേഷമില്ലാതാക്കും. ആജ്ഞാചക്ര ഇപ്പോൾ 2 ഇതളുകളോട് കൂടി ശക്തമായി കറങ്ങുകയാണ്. ആജ്ഞാചക്രയിൽ നിന്ന് ഊർജം എന്റെ കണ്ണുകളിലേക്ക് പ്രവഹിക്കും. എന്റെ കണ്ണുകൾ അതിന്റെ കാഴ്ച ശക്തി തീവ്രമാക്കുകയാണ്. കാഴ്ചയെ മങ്ങലേൽപ്പിക്കുന്ന എല്ലാ കുറവുകളും ഈ എനർജിയുടെ പ്രവാഹത്താൽ പരിഹരിക്കപ്പെടുന്നു. എന്റെ ശരീരത്തിലുള്ള എല്ലാ നാഡീനരമ്പുകളിലേക്കും ആജ്ഞാചക്രയിൽ നിന്ന് ഊർജം ശക്തമായി പ്രവഹിക്കുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ എന്റെ നാഡീവ്യവസ്ഥയെ മുഴുവൻ ശുദ്ധമാക്കുന്നു, ശക്തമാക്കുന്നു. മൈഗ്രെയിൻ, തലവേദന മുതലായ അസുഖങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. എന്റെ സ്പൈനൽ കോഡ് ഇപ്പോൾ സ്ട്രോങ് ആകുന്നു. എന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സമാപ്തമാക്കും. എന്റെ ബുദ്ധി ശക്തമാക്കുകയാണ്. മെമ്മറി പവർ വർദ്ധിക്കുകയാണ്. ആജ്ഞാചക്രയിലെത്തുന്ന പ്രകാശം കൃത്യമായി എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. എന്റെ ഉൾക്കാഴ്ച വർദ്ധിക്കുകയാണ്. എന്റെ ശരീരവും മനസ്സും പൂർണ്ണമായും സ്വസ്ഥമാകുന്നു. ആത്മീയമായ അറിവിനെ നേടാൻ, അതിനെ ഉൾക്കൊള്ളാൻ ഞാൻ പ്രാപ്തനാവുകയാണ്. പരമാത്മാവിൽ നിന്ന് വരുന്ന പ്രകാശം ആജ്ഞാചക്രയെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കിയിരിക്കും. അനുഭവം ചെയ്യൂ.
എന്റെ മൂന്നാം നേത്രം, ആത്മനേത്രം തുറക്കപ്പെടുകയാണ്. അറിവാകുന്ന പ്രകാശത്തെ, അറിവിന്റെ ശക്തിയെ ഞാൻ എന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പ്രാപ്തനാണ്. സുപ്രീം പവർ, പരമശക്തി എന്നിലേക്ക് അതിശക്തമായ പ്രകാശകിരണങ്ങൾ വീണ്ടും വീണ്ടും പ്രവഹിക്കുകയാണ്. പരമാത്മാവിൽ നിന്ന് വരുന്ന വെളുത്ത പ്രകാശം ആത്മാവാകുന്ന പ്രകാശ നക്ഷത്രത്തിൽ പതിച്ച് ഇപ്പോൾ 7 വർണ്ണങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഓരോ വർണ്ണങ്ങളിലുള്ള കിരണങ്ങളും ഇപ്പോൾ ഓരോ ചക്രയിലെത്തുകയാണ്. ചുവന്ന പ്രകാശം, ശക്തിയുടെ കിരണങ്ങൾ മൂലാധാര ചക്രയിലെത്തുന്നു. ഓറഞ്ച് കിരണങ്ങൾ, പവിത്രതയുടെ പ്രകാശം സ്വാധിഷ്ഠാന ചക്രയിലെത്തുന്നു. ഗോൾഡൻ യെല്ലോ കിരണങ്ങൾ, സുഖത്തിന്റെ പ്രകാശം മണിപ്പൂരക ചക്രയിലെത്തുകയാണ്. പച്ച നിറത്തിലുള്ള പ്രകാശകിരണങ്ങൾ സ്നേഹത്തിന്റെ ഊർജ്ജം അനാഹത ചക്രയിലെത്തുന്നു. ഇളം നീല നിറത്തിലുള്ള ശാന്തിയുടെ തരംഗങ്ങൾ വിശുദ്ധി ചക്രയിലെത്തുകയാണ്. ഇൻഡിഗോ റേസ്, കടും നീല പ്രകാശം ജ്ഞാനത്തിന്റെ പ്രകാശം ആജ്ഞാചക്രയിൽ ശക്തമായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വയലറ്റ് പ്രകാശം സഹസ്രാര ചക്രയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പവർ ഹൗസിൽ നിന്ന് വരുന്ന വെളുത്ത പ്രകാശത്തെ ഇപ്പോൾ 7 വർണ്ണങ്ങളിലായി 7 ഗുണങ്ങളുടെ രൂപത്തിലായി എല്ലാ ഊർജ കേന്ദ്രങ്ങളെയും ചാർജ് ആക്കിക്കൊണ്ടിരിക്കുന്നു, എനർജൈസ്ഡ് ആക്കുന്നു. മൂലാധാര ചക്ര ശക്തമായി പ്രവർത്തിച്ച് ശരീരത്തെ സ്ട്രോങ് ആക്കുകയാണ്. സ്വാധിഷ്ഠാന ചക്ര പൂർണ്ണമായും പ്രവർത്തിച്ച് ശരീരത്തിലെ ജലതത്വത്തെ ക്ലീൻ ചെയ്യുകയാണ്. ഫുൾ ബോഡിയെ ക്ലീൻ ചെയ്യും. മണിപ്പൂരക ചക്ര ഇപ്പോൾ ശക്തമായി മഞ്ഞ നിറത്തിൽ പ്രകാശിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ശക്തമാക്കുന്നു, നിരോഗിയാക്കുന്നു. പച്ച നിറത്തിലുള്ള സ്നേഹത്തിന്റെ കിരണങ്ങൾ അനാഹത ചക്രയെ പൂർണ്ണമായും പ്രവർത്തിപ്പിച്ച് എന്റെ ഹാർട്ട്, ലങ്സ് മുതലായ ഭാഗങ്ങൾ
സ്ട്രോങ് ആക്കുകയാണ്. ശാന്തിയുടെ ഇളം നീല നിറത്തിലുള്ള കിരണങ്ങൾ വിശുദ്ധി ചക്രയെ പൂർണ്ണമായും ആക്ടിവേറ്റ് ആക്കി. എന്റെ കാതുകൾ, മൂക്ക്, തൊണ്ട, ഈ ഭാഗത്തെയെല്ലാം നിരോഗിയാക്കുന്നു. ആജ്ഞാചക്ര ഇപ്പോൾ പൂർണ്ണമായും ആക്റ്റീവാണ്. എന്റെ കണ്ണുകളുടെ ബലം വർദ്ധിക്കുന്നു. നാഡീവ്യവസ്ഥ സ്ട്രോങ് ആകുന്നു. സഹസ്രാര ചക്രയും പൂർണ്ണമായും ഓപ്പണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പിരിച്വൽ എനർജി ശരീരത്തിലെ 7 ഊർജ കേന്ദ്രങ്ങളെയും പൂർണ്ണമായും ആക്റ്റീവാക്കി പ്രവർത്തനക്ഷമമാക്കി. എന്റെ ശരീരം മുഴുവൻ ഇപ്പോൾ ബാലൻസ്ഡായി ഊർജം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വളരെ ഊർജസ്വലമാണ്, നിരോഗിയാണ്, പൂർണ്ണമായും ഹെൽത്തിയാണ്. ഞാൻ വളരെയധികം ഉണർവും ഉന്മേഷവും നിറഞ്ഞ ആത്മാവാണ്. ഓം ശാന്തി. ഓം ശാന്തി. ഈ മെഡിറ്റേഷൻ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആവുകയും നമുക്ക് ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും കുറച്ച് വെള്ളം കുടിക്കുക. ദിവസത്തില് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ്. ഇതിലൂടെ നമ്മുടെ ബോഡി വളരെ ഉന്മേഷവാനായിട്ടിരിക്കുകയും ചെയ്യും, ഡീഹൈഡ്രേഷനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഓം ശാന്തി.